നമ്മൾ മെട്രിക്സ് അഡീഷൻ എന്താണെന്നും അതുപോലെ സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും എന്താണെന്നും നമ്മൾ കണ്ടു. ഇനി മെട്രിക്സ് അഡീഷൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസാണ് നമ്മുടെ അടുത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ 4 പ്രോപ്പർട്ടീസാണുള്ളത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ പ്രോപ്പർട്ടി നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുള്ളൊരു പേര് തന്നെയാണ് കമ്മ്യൂട്ടേറ്റീവ് ലോ. കമ്മ്യൂട്ടേറ്റീവ് ലോ എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ സാധാരണ നമ്പർ സിസ്റ്റത്തിൽ അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അതായത് നമ്പർ സിസ്റ്റം എന്ന് പറയുമ്പോൾ 1 2 3 4 എന്ന് പറയുന്ന കാര്യങ്ങളിൽ അങ്ങനെ ഏത് നമ്പർ എടുത്താലും 1 ഇപ്പോൾ 1 എന്ന് പറയുന്ന ഒരു നമ്പർ എടുത്തു, 5 എന്ന് പറയുന്ന നമ്പർ എടുത്തു, 1 + 5 എന്ന് പറഞ്ഞാൽ 6 ആണ്. ഇതുപോലെ 5 + 1 എന്ന് പറഞ്ഞാലും 6 ആണ്. അപ്പോൾ ജനറലായിട്ട് പറയുകയാണെങ്കിൽ A+B = B+A, ആ കണ്ടീഷനെയാണ് നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് ലോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഉണ്ടെന്ന് വിചാരിക്കുക, മെട്രിക്സ് AIJ. അതുപോലെ ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഉണ്ട്, മെട്രിക്സ് BIJ. ഇത് രണ്ടും സെയിം ഓർഡറുള്ള 2 മെട്രിക്സുകളാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ 2 മെട്രിക്സുകളുടെ അഡീഷൻ എടുത്തു കഴിഞ്ഞാൽ അത് കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കും. എന്ന് വെച്ചാൽ എ എന്ന് പറയുന്ന മെട്രിക്സും ബി എന്ന് പറയുന്ന മെട്രിക്സും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ A+B എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന അതേ ഉത്തരം തന്നെയായിരിക്കും B+A ചെയ്താലും കിട്ടുക. ഇതിനെയാണ് നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് ലോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മെട്രിക്സ് അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ലോ അനുസരിക്കും. അപ്പോൾ നമുക്കിതിനൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എടുത്തു. ഞാനൊരു 2x2 മെട്രിക്സ് ആണ് കൺസിഡർ ചെയ്യണത്. 3 5 1 2 ഇങ്ങനെ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് കൺസിഡർ ചെയ്തു. ഇതുപോലെ ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് കൺസിഡർ ചെയ്തു. 1 2 3 4 ആണെന്ന് വിചാരിക്കുക. ഇങ്ങനെ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സും ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സും കൺസിഡർ ചെയ്തു. ദെൻ A+B കാണുകയാണെങ്കിൽ A+B എന്ന് പറയുമ്പോൾ എയും ബിയും തമ്മിൽ ആഡ് ചെയ്തു. അപ്പോൾ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് കൂട്ടുക. അപ്പോൾ 3 + 1 4, ഇവിടെ ആണെങ്കിൽ 5 + 2 7, 1 + 3 4, 2 + 2 6. ഇങ്ങനെയാണ് നമുക്ക് A+Bയുടെ ആൻസർ കിട്ടുക. ഇനി ഇതുപോലെ B+A ചെയ്ത് നോക്കിയെന്ന് വിചാരിക്കുക. B+A, അപ്പോൾ B+A ചെയ്യുകയാണെങ്കിൽ 1 + 3 4, 2 + 5 7, 3 + 1 4, 4 + 2 6. അപ്പോൾ A+Bക്ക് കിട്ടിയ അതേ ആൻസർ തന്നെയാണ് B+Aക്കും കിട്ടുന്നത്. ഇത്തരത്തിൽ ഏത് A, B എന്ന് പറയുന്ന സെയിം ഓർഡറുള്ള 2 മെട്രിക്സ് എടുത്താലും ഈ ഒരു പ്രോപ്പർട്ടി അനുസരിക്കും. അപ്പോൾ മെട്രിക്സ് അഡീഷൻ ഓൾവേസ് കമ്മ്യൂട്ടേറ്റീവ്. Therefore നമുക്ക് പറയാം A+B = B+A. അപ്പം ഈ ഒരു നിയമത്തിനെയാണ് നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് ലോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി മറക്കണ്ട, മെട്രിക്സ് അഡീഷൻ എപ്പോഴും കമ്മ്യൂട്ടേറ്റീവ് ലോ അനുസരിക്കും. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടിയിലേക്ക് പോവുകയാണെങ്കിൽ, രണ്ടാമത്തെ പ്രോപ്പർട്ടീനെ നമ്മൾ അസോസിയേറ്റീവ് ലോ എന്നാണ് പറയുക. അസോസിയേറ്റീവ് ലോ ഇത് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്പർ സിസ്റ്റത്തിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ A, B, C എന്ന് പറയുന്ന ഏതെങ്കിലും 3 നമ്പേഴ്സ് എടുത്തു എന്ന് വെക്കുക. A+B + C എന്ന് പറയുമ്പോൾ കിട്ടുന്ന ആൻസറും A+B+C എന്ന് പറയുമ്പോൾ കിട്ടുന്ന ആൻസറും സെയിം ആയിരിക്കും. അതാണ് നമ്പർ സിസ്റ്റത്തിലെ അഡീഷൻ അസോസിയേറ്റീവ് എന്ന് പറയുന്ന നിയമം. ഇനി ഇവിടെ മെട്രിക്സിൻ്റെ കാര്യത്തിലും സെയിം പ്രോപ്പർട്ടി അനുസരിക്കും. മെട്രിക്സ് അഡീഷനും അസോസിയേറ്റീവ് ആണെന്നാണ് പറയുക. അപ്പോൾ നോക്കുക, എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഉണ്ടെന്ന് വിചാരിക്കുക, മെട്രിക്സ് AIJ. അതുപോലെ ബി എന്ന് പറയുന്ന അടുത്ത മെട്രിക്സ് BIJ. സി എന്ന് പറയുന്ന അടുത്ത മെട്രിക്സ് CIJ. അപ്പോൾ ABC എന്ന് പറയുന്നത് സെയിം ഓർഡറുള്ള 3 മെട്രിക്സുകളാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ A+B + C എന്ന് പറയുന്നതും A+B+C എന്ന് പറയുന്നതും സെയിം ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ അസോസിയേറ്റീവ് ലോ എന്ന് പറയുക. നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ 3 മെട്രിക്സുകൾ ABC കൺസിഡർ ചെയ്തിട്ട് ഈ പ്രോപ്പർട്ടി ശരിയാണോ എന്ന് വെരിഫൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു 3 മെട്രിക്സ് എടുത്ത് ഈസി ആയിട്ട് നിങ്ങൾക്ക് വെരിഫൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതാണ് മെട്രിക്സ് അഡീഷൻ്റെ ആദ്യത്തെ 2 പ്രോപ്പർട്ടീസ്. നമുക്കിനി അടുത്ത് തേർഡ് പ്രോപ്പർട്ടിയിലേക്ക് പോവാം. മെട്രിക്സ് അഡീഷൻ്റെ തേർഡ് പ്രോപ്പർട്ടി എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഐഡൻറ്റിറ്റി. അതായത് മെട്രിക്സ് അഡീഷൻ്റെ ഐഡൻറ്റിറ്റി ആരാന്നാണ് തേർഡ് പ്രോപ്പർട്ടി പറയുന്നത്. അപ്പോൾ നമ്മൾ എ എന്ന് പറയുന്ന ഒരു M/N മെട്രിക്സ് കൺസിഡർ ചെയ്യും. A = മെട്രിക്സ് AIJ. ഇതൊരു M/N മെട്രിക്സ് ആണ്. അതുപോലെ 0 പറഞ്ഞു കഴിഞ്ഞാൽ 0 മെട്രിക്സ്, അതൊരു M/N മെട്രിക്സ് ആണെന്ന് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ
എ പ്ലസ് സീറോ മെട്രിക്സ് ഈക്വൽ ടു സീറോ മെട്രിക്സ് പ്ലസ് എ ഈക്വൽ ടു എ. ഏതൊരു മെട്രിക്സിൻ്റെ കൂടെയും സീറോ മെട്രിക്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മെട്രിക്സ് തന്നെയാണ് ആൻസറായിട്ട് കിട്ടുക. സോ അതിൽ നിന്ന് നമുക്ക് പറയാം മെട്രിക്സ് അഡീഷൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് സീറോ മെട്രിക്സ് ആണ്. അപ്പോൾ നമുക്ക് ഏതൊരു ഗിവൺ മെട്രിക്സ് ക്യാപിറ്റൽ എ തന്നാലും അതിനോട് സീറോ മെട്രിക്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഗിവൺ മെട്രിക്സ് തന്നെ കിട്ടും. അതുകൊണ്ട് മെട്രിക്സ് അഡീഷൻ്റെ ഐഡൻറ്റിറ്റി ആയിട്ട് നമ്മൾ പറയുക സീറോ മെട്രിക്സ് ആണ്. ഇപ്പോൾ സാധാരണ നമ്പർ സിസ്റ്റത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ അഡീഷൻ്റെ നോർമൽ അഡീഷൻ്റെ ഐഡൻറ്റിറ്റി സീറോ ആണ്. അതായത് ഇപ്പോൾ 5 എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മളിപ്പോൾ നമ്പർ സിസ്റ്റത്തിലെ കാര്യം ജസ്റ്റ് എക്സാമ്പിളായിട്ട് പറയണതാണ്. ഇപ്പോൾ 5 എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ 5ൻ്റെ കൂടെ 0 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 എന്ന് തന്നെയാണ് ആൻസർ കിട്ടുക. ഇതുപോലെ തിരിച്ച് 0 + 5 എന്ന് ചെയ്താലും 5 എന്ന് തന്നെയാണ് ആൻസർ കിട്ടുക. അപ്പോൾ നമ്മൾ പറയും സാധാരണ അഡീഷൻ്റെ ഐഡൻറ്റിറ്റി 0 ആണ് എന്ന് പറയും. കാരണം നമ്മൾ ഒരു നമ്പർ എടുത്തു, അതിനോട് 0 കൂട്ടിയപ്പോൾ നമുക്ക് ഈ നമ്പർ തന്നെ കിട്ടി. ഇതുപോലെ തിരിച്ചും അതായത് കമ്മ്യൂട്ടേറ്റീവ് ഇതുപോലെ തിരിച്ചും നമുക്ക് എഴുതാനായിട്ട് പറ്റി. അപ്പോൾ സാധാരണ നമ്പർ സിസ്റ്റത്തിൽ 0 ആണ് അഡീഷൻ്റെ ഐഡൻറ്റിറ്റി. അതുപോലെ തന്നെ മെട്രിക്സ് അഡീഷനിലും 0 മെട്രിക്സ് ആണ് അഡീഷൻ്റെ ഐഡൻറ്റിറ്റി ആയിട്ട് വരുന്നത്. ഇതാണ് നമ്മുടെ തേർഡ് പ്രോപ്പർട്ടി. ഓക്കെ, 0 മെട്രിക്സ് ആണ് മെട്രിക്സ് അഡീഷൻ്റെ ഐഡൻറ്റിറ്റി. ഇനി നാലാമത്തെ പ്രോപ്പർട്ടിയിലേക്ക് പോവുകയാണെങ്കിൽ എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഇൻവേഴ്സ്. മെട്രിക്സ് അഡീഷൻ്റെ ഇൻവേഴ്സ് ആരാന്നാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ ക്യാപിറ്റൽ എ എന്ന് പറയുന്ന ഒരു m/n മെട്രിക്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ക്യാപിറ്റൽ എ എന്ന് പറയുന്ന ഒരു m/n മെട്രിക്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ദർ എക്സിസ്റ്റ് അനദർ മെട്രിക്സ് മൈനസ് എ. മൈനസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെട്രിക്സ് -aij. ഇത്തരത്തിലുള്ളൊരു -a ഒരു ഗിവൺ മെട്രിക്സിൻ്റെ നെഗറ്റീവ് ഇത്തരത്തിലുള്ളൊരു മെട്രിക്സ് ഉണ്ടായിരിക്കും. സച്ച് ദാറ്റ് a + -a ഈക്വൽ ടു -a + a ഈക്വൽ ടു 0. അപ്പോൾ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് അതായത് -a എടുത്താൽ a + -a എന്ന് പറഞ്ഞിരുന്നത് നമ്മുടെ ഐഡൻറ്റിറ്റി ആയിട്ടുള്ള 0 മെട്രിക്സ് ആയിരിക്കും. സോ നമുക്ക് പറയാം എ എന്ന് പറയുന്ന ഒരു ഗിവൺ മെട്രിക്സിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് -a ആണ്. അപ്പോൾ ഏതൊരു മെട്രിക്സിൻ്റെയും അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് ആ ഗിവൺ മെട്രിക്സിൻ്റെ നെഗറ്റീവ് ആണ്.